ഹലോ, എല്ലാവർക്കും മിനിസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു വറുത്തരച്ച് ചമ്മന്തി ഉണ്ടാക്കാം. അതിനു വേണ്ടി ഞാനൊരു ഉണക്ക തേങ്ങയുടെ പകുതി ഒരു മുറിയാണ് അതിൻ്റെ ചെറുതാക്കി ഇതുപോലെ കഷ്ണമാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് പിരിയൻ മുളക് 4 എണ്ണം, ചെറിയ ഉള്ളി 5, ഒരു ചെറിയ കഷ്ണം പുളി, 2 തണ്ട് കറിവേപ്പില. ഇനി നമുക്ക് ഇതൊരു കടായി വെച്ചിട്ട് അതിനകത്ത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് ഈ തേങ്ങ കൊത്തി അരിഞ്ഞത് തേങ്ങാക്കൊത്ത് അതിനകത്ത് ഇടണം. എന്നിട്ട് അത് നന്നായിട്ട് വറുക്കണം. ഒരു ബ്രൗൺ കളറാകണം. അത്രയും ഇതിൽ വറുത്തെടുക്കണം. ആദ്യം ഈ ഒരു പരുവത്തിന് വറുത്ത് ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റണം. ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് പിന്നെ നമുക്ക് ഈ സെയിം ഈ കടായിൽ തന്നെ ഇനിയിപ്പം വേറെ എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അതിനകത്ത് എണ്ണ ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് എടുത്ത് വെച്ച് 4 പിരിയൻ മുളകും കൂടെ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ വലിയ എരിവ് ഇല്ല, പിന്നെ ഇതിനൊരു കളറും കിട്ടാൻ വേണ്ടിയാണ് പിരിയൻ മുളക് എടുക്കുന്നത്. ഇപ്പം കളറ് വേണ്ട, നല്ലതായിട്ട് എരിവ് വേണമെന്നുള്ളവർക്ക് നല്ല മുളക് 3 എണ്ണം എടുത്താൽ മതി. പിരിയൻ മുളക് ആയതുകൊണ്ട് തന്നെ 4 എണ്ണം എടുത്തത്. അത് ഇതുപോലെ വറുത്ത് ഒരുപാട് കറക്കണ്ട, ഇതുപോലെ വറുത്ത് എടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചെറിയ ഉള്ളി 2 കഷ്ണമാക്കി, 5 ചെറിയ ഉള്ളി 2 കഷ്ണമാക്കി അതും ഇട്ട് കൊടുത്തിട്ട് അതും ഈ രീതിയിൽ ഒരുപാട് കറുപ്പിക്കേണ്ട, ജസ്റ്റ് ഒന്ന് വറുത്താൽ മതി. പകുതി വറുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ച 2 തണ്ട് കറിവേപ്പിലയില്ലേ, അതും കൂടെ ഈ ഒരു ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. കറിവേപ്പിലയും കൂടെ കറിവേപ്പില ഇച്ചിരി കൂടുതലിട്ടാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരുപാടൊന്നും വറക്കണ്ട, ഒരു ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഇത് രണ്ടും ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്കും ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് സെയിം പ്ലേറ്റിലോട്ട്, ആ തേങ്ങാക്കൊത്ത് വറുത്ത് വെച്ചില്ലേ ആ സെയിം പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ഇനി ഒരു ചെറിയ കഷ്ണം പുളിയും ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ്, കടായിക്ക് നല്ല ചൂട് കാണും. ആ ചൂടിലാണ് ഇനി ആ പുളിയും കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി, ഒരുപാടൊന്നും ആ കടായിക്കുള്ള ആ ചൂട് മതി. ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഇത് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതും കൂടെ ആ തേങ്ങാക്കൊത്തിൻ്റെ കൂടെ ഇട്ടിട്ട് ജസ്റ്റ് തേങ്ങാക്കൊത്തിൻ്റെ ചൂടൊക്കെ അപ്പം ഇച്ചിരി ആറിക്കാണും. ഇനി നമുക്കിതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. വെള്ളം ഒട്ടും ചേർക്കുന്നില്ല, നന്നായിട്ട് അരച്ചെടുക്കണം. നല്ലൊരു ചമ്മന്തിയാണ്. നമുക്ക് ദോശയുടെ കൂടെ, ചോറിൻ്റെ കൂടെയും എല്ലാം നമുക്ക് ദോശ, ഇഡ്ഡലി 2 ദിവസം വയ്ക്കാനും എല്ലാം ഈ ചമ്മന്തി അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് യാത്രയ്ക്കൊക്കെ പോകുമ്പം ഉണ്ടാക്കി എടുത്തുകൊണ്ട് പോകാനും നല്ലൊരു ചമ്മന്തിയാണ്, ചീത്തയാകത്തില്ല. അപ്പം ഇതുപോലെ അരച്ച് എടുക്കണം. വെള്ളം ഒട്ടുമേ ചേർക്കാത്തതുകൊണ്ട് എത്ര ദിവസം വേണമെങ്കിലും ഇത് വെച്ച് നമുക്ക് ഉപയോഗിക്കാം. ഇനി ഞാൻ അരച്ചതൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. അത് മാറ്റിയിട്ട് ഇനി കൈവച്ച് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കണം. എന്ന് വെച്ചാൽ ഒരു ഉണ്ട പരുവത്തിലാക്കണം. അപ്പോൾ എല്ലാം ഒന്നുകൂടെ അതിന് പിടിച്ച് നല്ല സൂപ്പറായിട്ടുള്ളൊരു ചമ്മന്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. ഇനിയും എൻ്റെ വീഡിയോസ് കാണാൻ വേണ്ടി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, താങ്ക് യു.